ऑडिटोरियम जा रहे हैं। वो हमारे मुत्तफ़ा डिवोटीज है। अच्छा लगा आपको उधर? वो हमारा इनोवेशन में। ഹലോ എല്ലാവർക്കും നമസ്കാരം. നാസേട്ടൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും. ഇന്ന് സൺഡേ. ഇന്ന് നമ്മൾ ഇവിടെ ഒരു നാടകമുണ്ട്, കുട്ടിച്ചാത്തൻ്റെ നാടകം. അറിയുന്ന ആൾക്കാരാണ്, ഫ്രണ്ട്സിൻ്റെതാണ്. അപ്പോൾ അത് കാണാൻ പോവുകയാണ്. ജയരാജ് ഭായി അഭിനയിക്കുന്നുണ്ട്. ഇതിൽ ജയരാജ് ചേട്ടൻ അറിയുന്നത് ജയരാജ് ചേട്ടൻ, സന്തോഷ് ചേട്ടൻ, പിന്നെ കുറേ ആൾക്കാർ അറിയുന്നതുകൊണ്ട് അറിയാത്തതുമായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അത് കാണാൻ പോവുകയാണ്. സാവിത്രി പുലെ ഓഡിറ്റോറിയം ഡോംബിയിലാണ് നാടകം. അതിനുവേണ്ടി ശ്രീ ജയരാജ് മേനോനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഒരുപാട് മുമ്പ് അധർമ്മം ചെയ്ത അധികാര മന്ദിരങ്ങൾക്ക് തീവച്ചവൻ, ജാതിക്കും വർണ്ണവർഗ നെറുകേടിനുമെതിരെ പടപൊരുതിയവൻ. മാപ്പാക്കണം, അടിയൻ അറിയാതെ ചെയ്തുപോയ അപരാധമാണ്. കുട്ടിച്ചാത്തന്റെ ചര്യകളിൽ മാപ്പെന്ന വാക്കിന് അർത്ഥമില്ല. ഞാൻ ആരെന്ന് നീ അറിയണം. എന്റെ അവതാര ലക്ഷ്യം എന്തെന്ന് നീ അറിയണം. എന്റെ കുട്ടിച്ചാത്ത, അധികാരം തണൽ കൊടുക്കുന്ന വൃക്ഷമായിരിക്കണം, അല്ലെങ്കിൽ ജനം അത് വെട്ടിമാറ്റണം. അവർക്കതിനായില്ലെങ്കിൽ സംഹാരമൂർത്തിയായ ഒരു അവതാരമുണ്ടാകും. ആ സത്യമൂർത്തിയുടെ താണ്ഡവത്തിൽ ദുസ്വപ്ന സിംഹാസനങ്ങൾ തകർന്നു വീഴും. പിന്നെ ആ മനുഷ്യാവതാരം ദൈവമാകും. ഞാൻ കുട്ടിച്ചാത്തൻ. ആധുനിക ലോകം ഒരു കോമാളി ദൈവമാക്കി മാറ്റിയ എന്റെ ജന്മകഥയറിയുക. തമ്പ്രാക്കളുടെ കോട്ടകൊത്തങ്ങൾക്കെതിരെ അമർഷത്തിന്റെ അഗ്നിശരമെയ്ത എന്നിലെ ദൈവത്തെ അറിയുക. ഞാൻ ആരെന്നറിയാതെ എന്നെ പൂജിക്കുന്നവരെ ഞാൻ ശാസ്ത്രപ്പൻ, ചാത്തൻ, കുട്ടിച്ചാത്തൻ. പുലയാട്ടും പറയുന്ന ദിവസം ചാത്തനിങ്ങി വരും. അങ്ങ് സ്വർഗത്തിലേക്ക് തിരിച്ചു പോകാൻ ഈ അധർവത്തിന്റെ അഗ്നികുണ്ഡങ്ങളിൽ എന്റെ മാംസം സ്വയം ബലിയർപ്പിക്കാൻ. കുട്ടിച്ചാത്തനോടൊപ്പം കാട്ടിലും മേട്ടിലും ഉണ്ടായ സഹയാത്രിക അടിയാക്കുട്ടിയുടെ ധർമ്മം തെറ്റിച്ച് ചാത്തനോടൊപ്പം ശരീരം പങ്കുവച്ചവൻ ഇവളെ കൊല്ലണം, ഭൂമിയിൽ ഭരിക്കാനായി മാത്രം ജനിച്ചവർക്ക്
പഠിപ്പിക്കത്രേ. പാട്ടും പാടിയവരൊക്കെ പഠിക്കണം. കുട്ടിച്ചാത്തന്റെ ചരിത്രം 4 വിനാഴികകളിലെ യമകണ്ഠകാലം കേതുവിനെ ധ്യാനിച്ച് അധർവമൂർത്തിയായ ചാത്തന് പരിഹാസത്തിന്റെ ചുട്ടിക്കുത്തും ഒറ്റപ്പെടലിന്റെ അത്താഴം വിളുമ്പും അപമാനത്തിന്റെ കഴിമരത്തിൽ വിചാരണയുടെ മരണക്കയർ മുറുക്കും. അപ്പോഴും തളരാതെ പതറാതെ നേരിനു വേണ്ടി നെഞ്ചു കാട്ടി നിൽക്കുന്നവൻ കുട്ടിച്ചാത്തൻ. അടിമകളുടെ അകക്കണ്ണ് തുറപ്പിച്ച് അവരുടെ കണ്ണിൽ ആത്മബോധത്തിന്റെ അക്ഷര വെളിച്ചം കത്തിച്ചു വെക്കുന്നവൻ കുട്ടിച്ചാത്തൻ. ലഭിക്കട്ടെ, വിടതരിക എന്റെ പ്രിയപ്പെട്ടവരെ, വിടതരിക. നിലവാരം അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. സാരഥിക്ക് പറ്റും സന്തോഷം. ഇന്ന് രാവിലെ തന്നെ കുറച്ച് ബിസിയായി, വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചത് രാവിലെ. പക്ഷേ സ്വാമിജി ഉണ്ടായിരുന്നു, പഞ്ചേശ്വരിയിൽ നിന്ന് സ്വാമിനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അവർ നാടകത്തിന് ഗസ്റ്റായിട്ട്. അപ്പം സ്വാമിജി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സ്വാമിജിയും കൂടെ വേറൊരു സ്വാമിയും കൂടി ഉണ്ടായിരുന്നു, പിന്നെ ഒരാളും 3 ആൾക്കാരുണ്ടായിരുന്നു രാവിലെ തന്നെ. അപ്പം രാവിലെ തന്നെ നല്ല ഫുഡ്, ചെറുപയർ കറി, കടലക്കറി, കടലക്കറി, പപ്പടം, പഴം. ഇതിനെല്ലാം ഉണ്ടാക്കിയതല്ല ഞാനുണ്ടാക്കിയത്. ഇതിനെല്ലാം നല്ല ഉറക്കായിരുന്നു, ഞാനാണ് ഉണ്ടാക്കിയത്. അതും കഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വല്ലവയിൽ എത്താൻ പോവുകയാണ്. ട്രാഫിക്കൊന്നുമില്ല, ഉച്ചയായതുകൊണ്ട് ട്രാഫിക് തീരെ ഇല്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചിവിടെ എത്തി. എങ്ങനെയുണ്ട് ലജ മറ്റേത് നാടകം? അടിപൊളിയായിരുന്നു. കുറേ കാലത്തിന് ശേഷമാണ് നാടകം കാണുന്നത്. എൻ്റെ ഓർമ്മയിൽ പണ്ട് ചെറുപ്പത്തിൽ എപ്പോഴോ ഒരു അമ്പലപ്പറമ്പിൽ നിന്ന് കണ്ട നാടകം, പോലെ മീൻസ് ചെറുപ്പത്തിൽ എപ്പോഴോ കണ്ടതാണ്. അത് എൻ്റെ ഓർമ്മയിൽ മാക്കവും മക്കളും, അത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു 5-6 വയസ്സിലച്ഛൻ കണ്ടത്. അതിനുശേഷം പിന്നെ കാണുന്നത് ഇപ്പോഴാണ്. കുട്ടിച്ചാത്തൻ എന്നാണ് നാടകത്തിൻ്റെ പേര്. അതൊരു പേഴ്സണലായിട്ട് എല്ലാവരും നല്ലോണം അഭിനയിച്ചു. എല്ലാവരും ഓരോരോ ആൾക്കാരും നല്ലോണം അഭിനയിച്ചു. പേഴ്സണലായിട്ട് അതിൽ നമുക്ക് പരിചയമുള്ളത് ജയരാജേട്ടനെ മാത്രമാണ്. ഇതിലും ഞാനും പരതുമായിരുന്നു ജയരാജൻ ഇട്ടൻ ഉണ്ടോ. സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. അവർ ഫുൾ ഷേവ്, ഹെഡ് ഷേവും മീശയും താടിയൊക്കെ ക്ലീൻ ഷേവ് ചെയ്ത് ഒരു ഒന്നും ഇല്ലാണ്ട് എന്താ പറയേണ്ടത് കണ്ടാൽ മനസ്സിലാവില്ല. ആ രീതിയിലായിരുന്നു അവരുണ്ടായിരുന്നത്. അവരെന്തോ ചിരിയിലച്ഛൻ ദിനലിന് മനസ്സിലായി ഇതാണ് ജയരാജൻ. അങ്ങനെ പറഞ്ഞതിന് ശേഷം
ഞാനും മനസ്സിലാക്കി ഇതാണ് ജയരാജേട്ടൻ. അല്ലാണ്ട് പെട്ടെന്ന് കണ്ടാലൊന്നും മനസ്സിലാവില്ല. പക്ഷെ എല്ലാവരും ഓരോരാളും നല്ല നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചു. നല്ല 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 ആൾക്കാരും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്നലെ കുറേ വീഡിയോ ഒക്കെ മിസ്സായിട്ടുണ്ട് എടുക്കുന്നത്. അല്ലാതെ മിസ്സായെന്ന് ചോദിച്ചാൽ ക്രൗഡൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ക്രൗഡൊന്നും എടുത്തിട്ടില്ല. ആക്ച്വലി ഇന്നലെ വീഡിയോ എടുക്കേണ്ട മൂഡിലല്ലായിരുന്നു, പിന്നെ എടുത്തു തന്നു. അപ്പം അതിനുള്ള ചെറിയ ഫോൾട്ടെല്ലാം വീഡിയോയിലുണ്ട്. ക്രൗഡിൻ്റെ വീഡിയോ അങ്ങനെ കുറേ എല്ലാം എടുക്കാൻ മറന്നുപോയി. പിന്നെ ചീഫ് ഗസ്റ്റായിട്ട് വന്നത് വിനയ് ഫോർട്ട്, പിന്നെ സന്തോഷ് കീഴാത്തൂർ, പിന്നെ വേറെ ആരോ 2 ആൾക്കാർ ഉണ്ടായിരുന്നു. പക്ഷെ അത്ര പേര് ഓർമ്മയില്ല. നല്ലതായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീടെത്താനായി. ഞങ്ങൾക്ക് സമയം 3:18 വിശക്കുന്നുണ്ട് നല്ലോണം. പോയിട്ട് ചോറ് കഴിക്കണം. അപ്പം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വ്ളോഗ് കാണാം. സബ്സ്ക്രൈബ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ പ്ലീസ്. ഓക്കെ, ബൈ.